ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഡെത്ത് കാർഡാണ് എനിക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. 10 ഓഫ് പെൻഡക്കിൾ വളരെ പോസിറ്റീവാണ്. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു 3 കാർഡ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 10 ഓഫ് പെൻഡക്കിൾ വന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളടുത്ത് ഒരു ഫാമിലി മെമ്പറിൻ്റെ അടുത്ത് പോലെ, മീൻസ് അവരുടെ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ, ഒരു ഹാപ്പി ഫാമിലിയാണത്. അപ്പം അവരുടെ പാർട്ട്ണർ എന്ന രീതിയിൽ ഒരുപാട് ഫീലിങ്സ് തോന്നുന്നുണ്ട്. അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തോന്നുന്നുണ്ട്. ഇമോഷണലി അവർ ഒരുപാട് നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം അവരുടെ ഫാമിലി അല്ലായിരിക്കും, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പൊസിഷൻ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആരോടാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആരോടാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളെ ആയിരിക്കും മെൻഷൻ ചെയ്ത ആ പേഴ്സൺ പറയുക. മേ ബി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആയതിൻ്റെ ശേഷം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ആയിരിക്കും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇങ്ങനെ നിങ്ങളെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ രീതിക്കുള്ള ഒരു മിസ്സിങ് നിങ്ങളടുത്ത് ഈ പേഴ്സൺ ഉണ്ട്. ഡെത്ത് കാർഡിനകത്ത് ഇത്രയും നാളും ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം എൻഡ് ആയിട്ടുണ്ട്. ഇപ്പം അവർക്ക് പുതിയ ഫീലിങ്സ് ആണ് നിങ്ങളടുത്ത് തോന്നുന്നത്. പുതിയ പുതിയ ഫീലിങ്സ് തോന്നുക, പുതിയ പുതിയ ഐഡിയാസുകൾ വരിക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അതൊക്കെയാണ് ഇപ്പം അവരുടെ മനസ്സിൽ. ഓക്കെ, ഒരു റീബർത്ത് ആ പേഴ്സണ് സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അതായത് ഇത്ര നാളും അവരുടെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും അവർക്കൊരു ചേഞ്ച് പോലെ, ഒരു പുതിയ ലൈഫ് പോലെ അവരതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ എഗെയിൻ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഒന്നും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. കഴിഞ്ഞതിനേക്കാളും കൂടുതൽ സ്നേഹം അവർ വെച്ച് നീട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ കുറച്ചും കൂടി പക്വതയോടെ നിങ്ങളടുത്ത് പെരുമാറുന്നുണ്ടാകാം. നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി. പക്ഷേ ഇപ്പം അവർ വളരെ ആലോചിച്ചാണ് ഓരോ തീരുമാനത്തിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ അവർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ചുവട് വെക്കുന്നതും വളരെ ആലോചിച്ചാണ്, വളരെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സിനകത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് അവർക്ക് വരുന്നത്. ഇത്രയും നാളും നിങ്ങൾക്കായിരിക്കാം, ഇപ്പോൾ ഒരു സെപ്പറേഷനിലൂടെ വന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൂടെ തന്നെ വന്നവരാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവരുടെ അടുത്ത് തോന്നിയിട്ടുണ്ടാവുക. നിങ്ങളായിരിക്കും പെട്ടെന്ന് ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ടാവുക. നിങ്ങളായിരിക്കും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. മീൻസ് അവരെ ഫോഴ്സ് ചെയ്യുന്നത്, അവരോട് സംസാരിക്കുന്നത്, കാണാൻ നിർബന്ധിക്കുന്നത്, സംസാരിക്കാൻ നിർബന്ധിക്കുന്നതൊക്കെ നിങ്ങളായിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ആ ഒരു എനർജി ആ പേഴ്സൺ ആണുള്ളത്. അവർ ഫാസ്റ്റായിട്ട് അത് ചെയ്യാണ്. ഫാസ്റ്റായിട്ടാണ് അവർക്ക് ആ ഒരു മിസ്സിങ് എനർജി എല്ലാം കിട്ടുന്നത്. മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യോ, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യോ, അല്ലെങ്കിൽ
അവരെ വശീകരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മീൻസ് അട്രാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് അങ്ങനെ ഒരു എനർജി നിങ്ങളടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്, അഫർമേഷൻസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. 10 ഓഫ് കപ്സ് ആണ്. എഗെയിൻ നമുക്ക് കൺഫർമേഷൻ ആണ്. നിങ്ങൾ മേ ബി അവരുടെ വൈഫ് ഓർ ഹസ്ബൻഡ് ആയിരിക്കാം, ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. അപ്പം നിങ്ങളടുത്ത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടതാണ്, അവരുടെ ലൈഫിൽ വേണ്ടതാണെന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. അവരത് ഡ്രീം ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിലും അല്ലെങ്കിലും അവർ നിങ്ങളുടെ കൂടെയുള്ളൊരു ലൈഫ് ഡ്രീം ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ് അത്രയും പോസിറ്റീവാണ്. നിങ്ങളുടെ കൂടെ ഒരു ഫുൾഫിൽമെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ലൈഫിൽ ഒരു കംപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അവർ സ്വപ്നം കാണുന്നുണ്ട്. മേ ബി അതിനുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ടാകാം. 10 ഓഫ് സോഡ്സ് ആണ്. അവർക്ക് അവരുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് വേദനിക്കുന്നുണ്ട്, വളരെയധികം വേദനിക്കുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും സെപ്പറേഷനിലൂടെ പോകുന്ന ആളുകളായിരിക്കാം. അതും എന്തെങ്കിലും സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം. മേ ബി ആ ഒരു റീസൺ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു സിറ്റുവേഷൻ റീസൺ ആണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കണം എന്ന് വിചാരിച്ചായിരിക്കില്ല. ആ സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് കാണിച്ചു തരുന്നത്. ഒരിക്കലും മനസ്സറിഞ്ഞെടുത്തൊരു ഡിസിഷനെ ആയിരിക്കില്ല നിങ്ങളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, നിങ്ങൾക്കൊരു റിപ്ലൈ തരാതിരിക്കുക. ഇതൊക്കെ അല്ലെങ്കിൽ അവർ ചിലപ്പം നിങ്ങളടുത്ത് പറയുന്നുണ്ടാകും ഇനി റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഇനി ഇത് വേണ്ട, ഇത് കണ്ടിന്യൂ അല്ല എന്നൊക്കെ രീതിയിൽ നിങ്ങളടുത്ത് അവർ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ടോ അവരുടെ ഉള്ളിൽ നിന്നോ വരുന്നതല്ല. നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന മൂന്നാമത്തെ വിഷയം എന്താണോ ആ ഒരു വിഷയം വെച്ചിട്ട് മാത്രമാണ് അവർ നിങ്ങളടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം അവരുടെ ഫീലിങ്സിനകത്ത് നിങ്ങളടുത്ത് സ്നേഹം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഇമോഷണലി വളരെയധികം നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ഡെവിൾ കാർഡാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു റൊമാൻറ്റിക്കലി, ഫിസിക്കലി, സെക്ഷലി ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് ഓവറായിട്ട് വരുന്നുണ്ട്. മേ ബി അത് മെമ്മറീസ് ആയിരിക്കും, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള മെമ്മറീസുകളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം മനസ്സുകൊണ്ട് അടുത്തിട്ടുണ്ടാകാം. ടെലിപ്പത്തിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ സ്വപ്നത്തിൽ ആ പേഴ്സൺ അങ്ങനെയൊക്കെ കാണുന്നുണ്ടാകാം. അപ്പം ആ വ്യക്തിക്കും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അത്രത്തോളം മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തോട്ടൊരു അടുപ്പം വരികയാണ്. 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് തരേണ്ട എല്ലാ കാര്യങ്ങളും ഇനി അവർക്ക് തരണം. അത് സ്നേഹം, കപ്സ് എന്ന് പറയുമ്പം സ്നേഹമാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് വെച്ച് നീട്ടണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം അവർക്ക് തോന്നുന്ന ഈ ഫീലിങ്സ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് കാണിക്കണം. അതായത് അവർ ആ ഒരു ലൈഫ്, നിങ്ങളുടെ കൂടെയുള്ള ലൈഫിനെ ഒരു സ്വപ്നമാക്കി വെച്ചേക്കുവാണ്. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ ചിലപ്പോൾ മായാൻ വേണ്ടി കാത്തു നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു തേർഡ് പാർട്ടി കാർഡും കൂടിയാണ്. ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നിട്ട് വലയുന്നുണ്ടാവുമായിരിക്കും നിങ്ങളുടെ വ്യക്തി. മേ ബി ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി വരും, അവരുടെ ഓരോ ഫീലിങ്സ് വരും, അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. അപ്പം നിങ്ങളെ വീണ്ടെടുത്ത് ആ ഒരു സ്നേഹം മുഴുവൻ തരണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞത്. പക്ഷെ തടസ്സമായിട്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ എത്രത്തോളം നിങ്ങളടുത്തോട്ട് അടുക്കാൻ വരുന്നോ അത്രത്തോളം ആ തേർഡ് പാർട്ടി സിറ്റുവേഷനും അവരെ ഇങ്ങനെ അകറ്റാണ്. പക്ഷേ സ്റ്റിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ നിങ്ങളെ തന്നെ അവരിങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയി പിടിച്ചു വെച്ചേക്കുവാണ്. ആ ഒരു സ്ട്രോങ് ആയിട്ട് അവർ പിടിച്ചു വെച്ചേക്കുന്ന എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് വിട്ടുപോകാൻ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ അത്രയും സ്ട്രോങ്ങോടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ വ്യക്തി ചിലപ്പോൾ വാതോർന്നൊന്നും പറയുന്നുണ്ടാവില്ലായിരിക്കും, അറിയിക്കുന്നുണ്ടാവില്ലായിരിക്കും. അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തിനാണ്
ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവർക്ക് എന്തായാലും ഒരു പെയിനാണ്, നിങ്ങളുടെ അടുത്തോട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ അവർക്ക് പെയിനാണ്. ആ ഒരു ഡിസിഷൻ മാറ്റണം, പകരം നിങ്ങളും അവരും തമ്മിലുള്ളൊരു ലൈഫ് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ അതാണ്. 3 of Swords ആണ്. എഗെയിൻ അവരുടെ പെയിൻ കാണിച്ചു തരുന്നതാണ്. ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ അവർക്ക് ഹാർട്ട് പെയിൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിട്ടും അവർ വേദനിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതായിരിക്കാം. ഇപ്പം അവർ തിരിച്ചു വന്ന സമയത്ത്, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം അവർ ചെയ്തതുപോലെ തന്നെ അവരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകാം, വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പം എന്തൊക്കെയോ ആ പേഴ്സണ് നല്ല രീതിക്ക് ഒരു ബ്രോക്കണിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും അവർക്ക് വളരെ വേദനയാണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ടെമ്പറൻസ് ആണ്. എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിലും, എത്ര തരത്തിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ ഒരു ഫ്ലോയിനെ അവർ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് അങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു ബാലൻസിൽ നിൽക്കുകയാണ്. ഈ ബാലൻസിൽ നിൽക്കാനുള്ള റീസൺ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അത് ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം അവരങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ച് നിൽക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് വാരിക്കോരി സ്നേഹം തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രോമിസുകൾ തന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എഗെയിൻ അവർ വന്ന സമയത്ത് ചിലപ്പം അത്രത്തോളം ഇല്ലെങ്കിൽ ഒരു പക്വതയോടെ പെരുമാറുക, അതായത് എല്ലാം ഒരു കൺട്രോളിൽ നിർത്തി പെരുമാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അവർ സ്വയം ബാലൻസ് ചെയ്യുന്നതാണ്. അത് അധികമായി പോവാതെ, നിങ്ങൾ ചിലപ്പോൾ ഡിപ്പെൻഡഡ് ആയി പോയിട്ടുണ്ടാവുന്നത് ഈ പേഴ്സൻ്റെ വാക്കുകളിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, ഇതൊക്കെ കൊണ്ടായിരിക്കാം അവരത്രയും നിങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളങ്ങനെ അവരിൽ തന്നെ സ്റ്റെക്കായി പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് ആ വ്യക്തിക്ക് നല്ല രീതിക്ക് അറിയാം, തൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കാണ് ഈ നിങ്ങളുടെ ജീവിതത്തിന് എഫക്റ്റ് ആയിട്ടുണ്ടാവുക എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പം പല കാര്യങ്ങളും അവർ ബാലൻസ്ഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് തരേണ്ടതെല്ലാം അവർ തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും, നിങ്ങളുടെ ലൈഫിനെ തന്നെ അത് ബാധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലും ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് എന്തറിയാം, അവർ ഇത്രത്തോളം സ്നേഹം കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അവസ്ഥ, അത് ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ മനസ്സിലാവുന്ന ഒരു കാര്യമാണെങ്കിൽ മെസ്സേജ് അയച്ച സമയത്ത് എന്തുകൊണ്ട് അവർ റിപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ കോൾ എടുക്കുന്നില്ല, ബ്ലോക്ക് ആക്കി വെക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എഗെയിൻ നിങ്ങൾ ഒന്നും കൂടി ചതിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഫ്യൂച്ചർ കണ്ടിട്ടായിരിക്കാം, ഒന്നും കൂടി വേദനിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അവർ സൈലൻ്റ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പം അവർക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണം. അത്രയും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് അവർ മനസ്സിലാക്കുകയാണ്. കാരണം അങ്ങനത്തെ ഫീലിങ്സ് ആണ് അവർക്കിപ്പോൾ നിങ്ങളടുത്ത് ഉള്ളത്. ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് എനർജി, ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു എനർജി. 6 of Swords ആണ്. ഈ പേഴ്സൺ കറൻ്റ്ലി നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെയാണ്. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടീനെ കൊണ്ടുപോകുന്നത് പോലെ നിങ്ങളെയും കൊണ്ടുപോകണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു സ്നേഹം തരണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെയാണ് അവർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിലും അതിലൊരു ഫസ്റ്റ് സ്ഥാനം കൊടുക്കുന്നത് നിങ്ങൾക്കാണ്. മജീഷ്യൻ കാർഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് വർക്കാവുന്ന കാര്യമാണ്. കാരണം അതവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് തന്നെ ആകർഷണം തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. മേ ബി നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, സംസാര രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കെയർ ചെയ്തിട്ടുള്ള രീതി ആയിരിക്കാം. അവർക്കതൊക്കെ ഒരുപാട് അവർ വേണമെന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അവർക്കത് വേണം എന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ മജീഷ്യൻ എന്ന് പറയുമ്പം അവർക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. നിങ്ങളെ ഒന്നും കൂടെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൈഡൻസ് ആയിട്ട് എടുക്കുക. മാനിപ്പുലേഷൻ, ഈ പേഴ്സൺ മാനിപ്പുലേറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് വാക്കുകളിൽ കൃത്രിമത്വം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും കൂടെ ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക.
കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഉണ്ട്. അവർക്ക് നൈറ്റൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളെ കുറിച്ചിട്ട് കുറേ നേരം ചിന്തിച്ചിരിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെമ്മറീസുകളിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന നിമിഷങ്ങളുണ്ട്. ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ട്, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഭാവി ജീവിതം നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അന്ന് അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. പക്ഷേ അന്ന് നിങ്ങൾക്കായിരിക്കാം ഇമ്പോർട്ടൻ്റ് ആയിരുന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഇപ്പം അവരിങ്ങനെ റിപ്പീറ്റ്ലി ഇങ്ങനെ കറക്കി നോക്കുകയാണ്. ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പം ഫിനാൻഷ്യലി ഇഷ്യൂ നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ അവർക്കിപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അവർ വെൽത്തി ഓക്കെ ആണ്. അവരിപ്പം വളരെ സെക്യൂർഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വളരെ സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഒരു ഫിനാൻഷ്യലി. ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ തോറ്റിരിക്കുക, അല്ലെങ്കിൽ ജോലി കരിയർ ബേസ് ചെയ്തിട്ട് അവർക്ക് സ്റ്റെബിലിറ്റി വരുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങളെ അവർ ഒഴിവാക്കുക, അല്ലെങ്കിൽ കാരണം പോലും പറയാതെ അവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യലി അവർക്ക് നിങ്ങളെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ സാധിക്കുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ ഓക്കെയാണ്. അപ്പം ഇങ്ങനെ ഓക്കെ ആയതിൻ്റെ റീസണൊക്കെ ആയിരിക്കാം അവർ ചിലപ്പം നിങ്ങളെ വീണ്ടും എടുക്കണം, അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം, ഇനി പഴയതുപോലെ ആയിരിക്കരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. സന്തോഷമാണ് അവർക്ക്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം അവർക്ക് സന്തോഷമാണ്. 4 ഓഫ് കപ്സ് ആണ്. ഒരുപാട് പ്രപ്പോസലുകൾ ഈ പേഴ്സണ് വരുന്നുണ്ട്. സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഇവരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട. ആരുടെ സ്നേഹം അവർക്ക് വേണ്ട. അവർക്ക് വരേണ്ടത് നിങ്ങളുടെ അടുത്താണ്. ഇനി ഇങ്ങനെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രസൻസ് ചുറ്റിനുണ്ടായിട്ട് പോലും ആ ഒരു പ്രസൻസ് പോലും അവർക്ക് വേണ്ട. നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുകയാണ് അവർക്ക്. മറ്റുള്ളവർ ഇടയിൽ കയറി വരുമ്പം അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല. ചിലപ്പം ഇതിനു മുൻപേ ഈ വ്യക്തി ഒരുപാട് പേരിൽ ഇങ്ങനെ സ്നേഹം ആശ്രയിച്ച് നിന്നിട്ടുള്ള ഒരാളായിരിക്കും. അതായത് നിങ്ങൾ ജെനുവനായിട്ട് സ്നേഹം കൊടുക്കുമ്പോഴും അവർ സ്നേഹം സ്പ്രെഡ് ചെയ്ത് നടന്നിട്ടുള്ള ഒരാളായിരിക്കാം. ഓക്കെ, ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇപ്പം അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. അവർ ജെനുവൻ ആയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് വന്ന് ഒരുപാട് നാൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുമായിരിക്കും ആ പേഴ്സണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ടാവുമായിരിക്കും. ഈ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കാരണമോ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ കാരണം നിങ്ങളും ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. 7 ഓഫ് സോർട്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല, ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് അടിച്ച് അവരൊരു മെസ്സേജ് അയക്കുന്നതായിരിക്കും, നിങ്ങളെ ബ്ലോക്ക് അടിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളതെങ്കിൽ അവർ ഉറപ്പായിട്ടും നല്ല രീതിക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ചിലപ്പം നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നിട്ടുണ്ടാവുക കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതിൻ്റെ ആയിരിക്കും. അതായത് 2 പേർക്കും സമയമില്ല, അല്ലെങ്കിൽ ഒരാൾ വിളിക്കും ഒരാൾക്ക് സമയമില്ല, കുറച്ച് സെൽഫിഷ് ആയി പോവുക, ഒരു അവനവന് പ്രിയോറിറ്റി കൊടുക്കുകയാണ്, പക്ഷെ സെൽഫിഷ് ആയിട്ടാണ് പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ടാവുമായിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം മേ ബി നിങ്ങളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കാരണമാണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നത്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് എന്നൊരു ബോധമുണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് പാസ്റ്റിൽ ഒരു ഫ്രോഡായിട്ടുള്ള എനർജിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫ്രോഡ് കളിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അതായത് ഒരു പക്വതയിലേക്ക് വന്നിട്ടുണ്ട്. താൻ കാരണം മറ്റുള്ളവരും കൂടി വേദനിക്കുന്നു എന്നുള്ളൊരു റിയലൈസ് ആയിരിക്കാം അവരെ ഇങ്ങനെ ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. കാരണം ഹെർമിറ്റ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു അവനവൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ അവനവനെ സ്നേഹിക്കുന്ന ഒരാളുടെ എനർജിയാണിത്. ഓക്കെ, അത് അവരുടെ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ കാരണമാണ് അവരങ്ങനെ മാറി തീർന്നിരിക്കുന്നത്. അതായത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുള്ള ആളുകളെയാണ് കാണിച്ചു തരുന്നത്. പല കാര്യങ്ങളും വിശ്വസിക്കാൻ തുടങ്ങുക, പല കാര്യത്തിലും പക്വത കാണിക്കുക.
ഒറ്റയ്ക്ക് നിന്ന് തീരുമാനമെടുക്കുക. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്ന റീസൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പം അവർക്ക് സ്വയം ഒരു ഡിസിഷൻ ഉണ്ട്, സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു പവർ ഉണ്ട്. അതാണ് നമ്മൾ തുടക്കമേ കണ്ടിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡ്. വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ ആ പേഴ്സൺ. അതായത് ഒരു തേർഡ് പാർട്ടി വന്നു എന്ന് കരുതിയിട്ട് അവരുടെ ഡിസിഷൻ മാറത്തില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും അവരതിൽ സ്റ്റക്കായി പോവില്ല. അത് ഈവൻ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിലും. ടവർ കാർഡാണ്. നിങ്ങൾ കൂടുതൽ പേരും ബ്രേക്കപ്പ് സിറ്റുവേഷൻ അനുഭവിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. 5 ഓഫ് വൺസ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം, ഇനിയും നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തർക്കങ്ങൾ ഉണ്ടാകും, എഗെയിൻ അവർ വന്നാലും തർക്കങ്ങൾ ഉണ്ടാകും. പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും തർക്കങ്ങൾ ഉണ്ടാകുക. മനസ്സിലാകുക, പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സൊല്യൂഷൻസ് കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ പേഴ്സണെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ടവർ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇത്രയും നാളും നിങ്ങളുടെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. അതായത് പറഞ്ഞ് റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കുന്ന ഒരു ആൾക്കാർ, ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായും പോയിട്ടുണ്ട്. എല്ലാം ചടപട പോയിട്ടുണ്ട്, ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഹെർമിറ്റ് എന്നുള്ളൊരു എനർജിയിൽ വന്നതുകൊണ്ടായിരിക്കും. അത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പക്വതയോടെയുള്ള ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു അവയർനെസ് കാരണമായിരിക്കണം ഇവിടെ ഇങ്ങനെ ഒരു എനർജീസ് ഒക്കെ റിമൂവ് ആയി പോവുക. ഓക്കെ, അതായത് ഇപ്പം അവർക്ക് മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തൻ്റെ ഡിസിഷനാണ്, അവരുടെ സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ബോധ്യം ഇപ്പം അവർക്കുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈഗോ കാണിക്കുകയാണെങ്കിൽ മേ ബി ആ വ്യക്തിയും ഈഗോ കാണിച്ചേക്കാം. ഓക്കെ, അതൊക്കെ അവരുടെ പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടി നോക്കാം ഈ റിലേഷൻഷിപ്പിൽ. സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. ഞാൻ എഗെയിൻ പറയാണ്, മാനിഫെസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തന്നെ അത് വന്നെത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ ഹോപ്പിന് ഒരു അർത്ഥം ഉണ്ടാകും. ഓക്കെ, നിങ്ങളൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം എന്തായാലും ഉണ്ടാകും, അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. കൊതുകാണത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ കൂടുതൽ അവരെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്, അവർ ഓൺലൈനിലുണ്ടോ, അവർ ബ്ലോക്ക് മാറ്റിയോ അല്ലെങ്കിൽ DP മാറ്റിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെയുള്ള രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ബാലൻസിലേക്ക് കൊണ്ടുവരിക. അതായത് അത്യാവശ്യം മതി, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം മതി. നിങ്ങൾ ഓവറായിട്ട് അവരെ ചേസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആകണം. സൺ ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് ഈഗോ നല്ല രീതിക്ക് മനസ്സിൽ വരുന്നുണ്ട്. മീൻസ് നിങ്ങളെ പാസ്റ്റിൽ ചതിച്ച ഒരാളാണ്, അവർ എഗെയിൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ, മീൻസ് നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ച ഒരാളാണെങ്കിൽ ഈഗോ വിട്ട് കളയുക. ഓക്കെ, നന്നായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഒരു ചാൻസും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ നല്ല രീതിക്ക് നന്നായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഒരു ചാൻസും കൂടി കൊടുക്കുക എന്ന് കരുതിയിട്ട് നിങ്ങളെ എഗെയിൻ വേദനിപ്പിക്കാനുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കരുത്. ഫോർ ഓഫ് വൺസ് ആണ്. ഓവർ തിങ്കിങ്, നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തിയെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക കേട്ടോ. ഒരുപാട് അതിനകത്ത് തന്നെ സ്റ്റക്കായി നിൽക്കേണ്ട, ലെറ്റ് ഗോ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു റീബർത്ത് ഇവിടെ ഉണ്ടാകും. ചുറ്റിനുമുള്ള ആളുകളെ ശ്രദ്ധിക്കുക. സിക്സ് ഓഫ് പെൻഡക്കിൾ ആണ്. പൂർണ്ണമായിട്ട് നഷ്ടമായി എന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പിരിക്കുക. അതായത് ഇല്ല, ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ത് പറഞ്ഞാലും ഇത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഇനി ഇത് ഒരിക്കലും തിരിച്ചു വരില്ല, അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഫുള്ളായിട്ടും നഷ്ടമായി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക.
ഓക്കെ, അത് ഒരു തോന്നൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ആ ഒരു അവസ്ഥ മാത്രമായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നമ്മളെടുത്തത്. ഫീലിങ്സ് എന്ന് പറയുമ്പം അവരുടെ വികാരങ്ങളാണ്, ഓക്കെ, അവരുടെ തോട്ട്സുകളാണ് അതെല്ലാം. അപ്പോൾ അതിനകത്തെല്ലാം തന്നെ നിങ്ങളുടെ പ്രസൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അവർ അത്രത്തോളം വാല്യൂ നിങ്ങൾക്ക് തരികയാണ്. പക്ഷെ അത് പുറത്തോട്ട് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അവർ അത്രത്തോളം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അവർ ഉറപ്പായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ ഉറപ്പായിട്ടും വരും, കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.